നമ്മുടെ ചിക്കൻ റോള് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്നെടുത്ത് പൊട്ടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അയ്യോ കണ്ടില്ലേ, കടയിൽ നിന്ന് വാങ്ങണത് പോലെ ഇല്ലേ. നമുക്കിനി ഇത് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. അയ്യോ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ചിക്കൻ റോള് പോലെ ഉണ്ട്. ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് കടയിൽ നിന്ന് വാങ്ങണ പോലത്തെ നല്ല അടിപൊളി ചിക്കൻ റോള് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അതിനി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് കാണാം. നമുക്ക് ആദ്യം മാവ് ഒന്ന് കുഴച്ച് വെക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് മൈദപ്പൊടിയാണ്. അത് നമുക്ക് നന്നായിട്ട് കുഴച്ച് വെക്കാം. 1 ടീസ്പൂണ് പഞ്ചസാര ഇടാം ഇതിൽ. പിന്നെ നമുക്ക് ഈ ഈസ്റ്റിൽ 1 ടീസ്പൂണ്, ഇപ്പോൾ 1/2 കപ്പ് വെള്ളമാണ് ഒഴിക്കുക കേട്ടോ. നന്നായിട്ട് കലക്കിയെടുക്കാം. ഞാനിവിടെ ചെറിയ ചൂടുള്ള വെള്ളത്തിലാണ് ഈസ്റ്റ് കലക്കിയത്. അത് ഇൻസ്റ്റൻ്റ് ഈസ്റ്റ് ആയ കാരണം കലക്കിയിട്ട് വെക്കേണ്ട ആവശ്യമില്ല. സാധാരണ ഈസ്റ്റ് ആണെങ്കിൽ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ഈസ്റ്റും പഞ്ചസാരയും ഇട്ട് കലക്കിയിട്ട് ഒരു 10-15 മിനിറ്റ് വെച്ചിട്ട് എടുക്കണം. ഇത് നമുക്ക് ഇതിൽ മൈദപ്പൊടി ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിൽ 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിന് പാകത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ച് കൊടുക്കാം കേട്ടോ. ഇതിൽ നമുക്ക് ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1/4 കപ്പ് വെള്ളം ഞാൻ ഇപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മതിയാവുമോ നോക്കാം. വെള്ളം ഒഴിക്കുന്നത് നോക്കി ഇച്ചിരി ഒഴിക്കണം കേട്ടോ. ഇത് വെള്ളം പിന്നെ കൂടിപ്പോവുള്ളൂ. ഇതേപോലെ നന്നായിട്ട് കുഴക്കണം കേട്ടോ. കുഴക്കൽ കഴിഞ്ഞ് ഇത് നമുക്ക് ഇതിൻ്റെ മേലെ ലേശം സൺഫ്ലവർ ഓയിലിൻ്റെ തേച്ച് കൊടുക്കുക. അതെന്തിനാന്ന് പറഞ്ഞാൽ ഉണങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇവിടെ 2 മണിക്കൂർ ഇരിക്കട്ടെ കേട്ടോ. നമുക്കിനി 2 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. ഞാനിവിടെ 1/2 കിലോ കോഴി ഇറച്ചിയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിനി നമുക്ക് തുറന്ന് നോക്കാം. ഇറച്ചി നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അതിൽ കണ്ടില്ലേ വെള്ളമൊന്നുമില്ല. ഞാൻ വെള്ളമൊന്നും വെക്കാതെയാണ് വേവിച്ചതാണ്. ഇനി നമുക്കിതിൻ്റെ എല്ലൊക്കെ വേർപെടുത്തിയെടുക്കാം. നമുക്ക് ഇറച്ചി ഒന്ന് നമുക്ക് ഉടച്ചെടുക്കാം. ഇത് എല്ലാവരും മിക്സിയിലിട്ട് അടിച്ചെടുക്കുക ചെയ്യുക. മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോൾ ഒരു കഷ്ണം ഉണ്ടാവില്ല. നമ്മൾ കഴിക്കുമ്പോൾ ഒരു ചെറിയ കഷ്ണമൊക്കെ കടിച്ചാലല്ലേ റോള് നല്ല രുചി ഉണ്ടാവുക. അങ്ങനെ ഉണ്ടാക്കാനാണ് ഞാനിത് കൈ കൊണ്ടാണ് ഉടച്ചെടുക്കുന്നത്. ഇറച്ചി കുറച്ച് വെന്തത് കൊണ്ടേ ഉടയ്ക്കാൻ നല്ല സുഖമാണ്. കണ്ടില്ലേ, ഈ നാര് പോലുള്ളതിങ്ങനെ ചെറിയ നാരാക്കിയാൽ മതി. കണ്ടില്ലേ, ചെറിയ കഷ്ണം ഇറച്ചി ആയതുകൊണ്ട് അങ്ങനെ വലിയ നാരൊന്നും വരില്ല. നമ്മളിപ്പോൾ ഇറച്ചി ഇങ്ങനെയാണ് ആക്കിയത് കേട്ടോ. ഇനി ഇതിനേക്കാളും നൈസായിട്ട് വേണമെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചാൽ മതി. നമുക്കിനി ഇതുണ്ടാക്കാനുള്ള മസാല ഉണ്ടാക്കാം. ചട്ടി അടുപ്പത്തൊക്കെ ചട്ടി ചൂടായ നമുക്കിച്ചിരി സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇനി ഉള്ളി ഇട്ട് കൊടുക്കുക. 3 വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ഇനി നന്നായിട്ട് നമുക്കൊന്ന് വല്ലാതെ കളറൊന്നും വരേണ്ട ആവശ്യമില്ല. ഒന്ന് ഇത് വടി പോലെ ഇരിക്കുകയാണല്ലോ, അതൊക്കെ ഒന്ന് കുഴഞ്ഞ് വരട്ടെ കേട്ടോ. ഇതിലേക്ക് ഒരു പച്ചമുളക് കുനുകുന അരിഞ്ഞതുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉള്ളിയുടെ കൂടെ ഇതും കിടന്ന് വാടട്ടെ.
ഇനി ഇതിൽ നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് നമുക്കിപ്പോൾ ഇതിൽ ഞാനിട്ട് കൊടുത്തത് ഒരു 1.5 ടേബിൾ സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ടോ. നമുക്കിതിൽ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കിടന്ന് വാടട്ടെ. കരിവേപ്പില എണ്ണയിൽ പൊട്ടിക്കരുത്. ഉള്ളി ഇട്ടിട്ട് ഉള്ളിയുടെ കൂടെ ഇട്ട് ഇതാക്കുക. അപ്പം നമുക്ക് ആ കരിവേപ്പിലയുടെ മണം എണ്ണയിൽ കിട്ടും, ഉള്ളിയിൽ കിട്ടും. ഉള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഉള്ളി വല്ലാതെ കളറൊന്നും ആവണ്ട, ഒന്ന് വാടി കുഴഞ്ഞാൽ മതി. പിന്നെ അതിലിട്ട ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമണവും മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ മസാലകൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടി 1 ടേബിൾ സ്പൂണ്, ഗരം മസാല 1/4 ടീസ്പൂണ്, മല്ലിപ്പൊടി 1 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, പാകത്തിന് ഉപ്പ്. ഇറച്ചിയിൽ നമ്മൾ ഉപ്പിട്ട് വേവിച്ചതാണ്, അതിനനുസരിച്ച് ഉപ്പിടുക. നമുക്കിത് നന്നായിട്ട് പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കാം. എരിവ് കൂടുതൽ വേണ്ടവർക്ക് ഇച്ചിരി കൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി മസാലയുടെ പച്ചമണങ്ങളൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. നമുക്കിനി പൊടിച്ച് വെച്ച ഇറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം നമുക്ക്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായിട്ടുണ്ട്. മസാലയുടെ പച്ചമണമൊക്കെ പോയി ഇറച്ചി ചൂടായി. ഇനി നമുക്ക് ഇച്ചിരി മല്ലിച്ചപ്പ് കൂടി ഇട്ടിട്ട് ഇറക്കി വെക്കാം. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. നമുക്കിനി മാവ് തുറന്ന് നോക്കാം. ഇത് വെച്ചിട്ട് 2 മണിക്കൂറായിട്ടോ. ഇത് കണ്ട ഇതേപോലെ ആവണം കേട്ടോ. കണ്ടില്ലേ? ഓരോരോ റോളിനുള്ള ഉണ്ടയാക്കാം. ഇനി വലിയതാണ് വേണമെങ്കിൽ വലിയ ഉണ്ടയാക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ മാവ്. നമ്മൾ ഒരു ചപ്പാത്തിക്ക് എടുക്കുന്നത് പോലെ ഉരുട്ടിയാൽ മതി. ഇനി നമുക്ക് ഇത് പരത്തിയെടുക്കാം കേട്ടോ. പരത്തുക എന്ന് പറഞ്ഞാലേ നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ റൗണ്ടിൽ പരത്തണ്ട, പരത്തിയില്ലെങ്കിലും ഒന്ന് നീളത്തിൽ പരത്തിയെടുക്കണം. നമുക്കിതിലിനി മസാല വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് റോളാക്കിയെടുക്കാം. ഇങ്ങനെ മടക്കി ഇങ്ങനെ എടുത്ത് ഇനി നമുക്ക് ഇവിടെ ഒരു ഇച്ചിരി പശ തേച്ച് കൊടുക്കാം. ഈ പശ എന്ന് പറയുന്നത് പശയല്ല കേട്ടോ, മൈദപ്പൊടി ഇച്ചിരി കലക്കി വെച്ചിട്ട് ഇതിൽ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തേക്കണത്. ഇത് കണ്ടില്ലേ? ഇപ്പം ഇത് ഇത് തേച്ചിട്ട് ഇത് കണ്ടില്ലേ? ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വെച്ചാൽ ഒന്നുകൂടി ഷേപ്പ് കിട്ടും. ഒരു റോളായി. അങ്ങനെ കുറച്ച് റോളാക്കിയിട്ടുണ്ട്. അത് നമുക്കിനി കോഴിമുട്ടയിലും ബ്രെഡ് പൊടിയിലും മുക്കി വെക്കാം. നമുക്കിനി ഒരെണ്ണം എടുത്ത് ഈ മുട്ടയിൽ മുക്കി കൊടുക്കാം ആദ്യം. ഇനി ബ്രെഡ് പൊടിയിൽ മുക്കാം. ഇത് ഒന്നുകൂടി കോഴിമുട്ടയിൽ മുക്കാം. ഒന്നുകൂടി ബ്രെഡ് പൊടിയിൽ മുക്കാം. ഇങ്ങനെ നമുക്ക് എല്ലാതും മുക്കിയെടുക്കാം. ഇനി നമുക്ക് ഉരുട്ടി വെച്ച റോളെടുത്ത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം.
ചെറിയ തീയിൽ വേണം പൊരിക്കാൻ. അതില്ലെങ്കിൽ അടിയിൽ വേഗം കരിഞ്ഞു പോകും കേട്ടോ. ബ്രെഡ് പൊടിയല്ലേ. എണ്ണ തിളയ്ക്കണത് വരെ നല്ല കത്തിക്കുക. തിളച്ച് കഴിഞ്ഞാൽ മീഡിയം ലെവലിൽ വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് വേഗം കരിഞ്ഞു പോകും. അതുകൊണ്ടാണ്. ഇത് കണ്ടില്ലേ കളറായി വരുന്നത്. നമ്മുടെ ചിക്കൻ റോള് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എടുക്കാം കേട്ടോ. ഇനി നമുക്കിതുപോലെ എല്ലാതും വറുത്തെടുക്കാം. നമ്മുടെ ചിക്കൻ റോള് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്നെടുത്ത് പൊട്ടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അയ്യോ കണ്ടില്ലേ, കടയിൽ നിന്ന് വാങ്ങണത് പോലെ ഇല്ലേ. നമുക്കിനി ഇത് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. അയ്യോ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ചിക്കൻ റോള് പോലെ ഉണ്ട്. നമ്മുടെ ചിക്കൻ റോള് റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് താമസം ഉണ്ടെങ്കിൽ ഉണ്ടാക്കുന്നത് ഭയങ്കര സിമ്പിളാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം.